ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ റോജോ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതായത് ക്യാമറയുടെ ക്ലാരിറ്റി കുറച്ച് കുറവാണ്. അപ്പോൾ അതിൽ നിങ്ങളൊന്നും വിചാരിക്കരുത്. പക്ഷേ ഇത് എന്തായാലും പറയണം. കാരണം അത് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഞാൻ ഒരു മലയാള സിനിമയോടല്ല, അല്ലെങ്കിലും മൊത്തത്തിലുള്ള സിനിമകൾക്ക് എതിരെ ഞാൻ ചെയ്യണ പോലെ ഒരു കാര്യമായിട്ട് മാറും. കാരണം ഞാനിന്ന് പാട്രിയോട്ട് എന്ന് പറഞ്ഞൊരു മൂവി കണ്ടു. പാട്രിയോട്ട് എന്ന് പറഞ്ഞ മൂവി കണ്ടപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ മലയാളത്തിലെ ചില പ്രമുഖ മൂവി റിവ്യൂവേഴ്സായിട്ടുള്ള ഉണ്ണി വ്ളോഗ്സ്, എന്താ അവൻ്റെ പേര്, അശ്വന്ത് കോക്ക്, പിന്നെ തിരുവനന്തപുരം, ഈ പിന്നെ വേറെ ഏതൊരു ക്യാമറ ലെൻസാ ഏതോ ഒരുത്തൻ, അങ്ങനെ ഒരു 4 പേര്, ഈ 4 പേരും ഈ പടത്തിനെ കുറിച്ചിട്ട് എന്താ പറയുക, കുറച്ച് നല്ലതാണ്, അങ്ങനെയാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, ക്യാമറ എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇതൊക്കെ ഞാൻ കേട്ടു. പക്ഷേ മൊത്തത്തിൽ ഈ പടത്തിനെ ഒരു എന്താ പറയുക, ഇതിൻ്റെ നല്ല വശങ്ങളെ കുറിച്ചിട്ടൊന്നും പറയാണ്ട് ബാക്കി ഇതിൻ്റെ നെഗറ്റീവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ബിഗ് ബി പോലത്തെ ഒരു പടമാണെന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം ബിഗ് ബി ഇറങ്ങിയിട്ട് എനിക്ക് തോന്നുന്നത് 2007 ബിഗ് ബി റിലീസ്. 2007 ബിഗ് ബിയുടെ റിലീസ്. എനിക്ക് തോന്നുന്നു ഒരു മാർച്ച് ഏപ്രിൽ ആ സമയത്ത് ഈ ബിഗ് ബിയും ചോട്ട മുംബൈയും ഒക്കെ ഒരുമിച്ചാണ് ഇറങ്ങിയത്. അതായത് എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അതായത് ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് ഒരാഴ്ചയുടെ വ്യത്യാസമാണ്. ആദ്യം ബിഗ് ബി ആദ്യം ചോട്ട മുംബൈ ഇറങ്ങിയെന്ന് എനിക്കറിയില്ല. പക്ഷേ അതിൽ ഫസ്റ്റ് ഹിറ്റായ പടം ചോട്ട മുംബൈ ആണ്. പക്ഷേ ഇന്ന് ചോട്ട മുംബൈയിലത്തെ തലയും കാര്യങ്ങളൊക്കെ ഉണ്ട്, മറ്റേ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമൊക്കെയാണ്. പക്ഷേ ബിഗ് ബി ആണ് ഇന്ന് ചോട്ട മുംബൈനേക്കാളും കൂടുതൽ എല്ലാവരും പറയണ പടം. അതേപോലത്തെ ഒരു അവസ്ഥ തന്നെയാണ് ഈ പാട്രിയോട്ട് എന്ന് പറഞ്ഞ മൂവിക്കും വന്നേക്കണേ. കാരണം പാട്രിയോട്ട് എന്ന് പറഞ്ഞ മൂവി കാലം തെറ്റിയിട്ട് ഇറങ്ങിയിട്ടില്ല. ശരിക്കും നല്ല കറക്റ്റ് കാലഘട്ടത്തിൽ തന്നെയാണ് ഈ പടം ഇറങ്ങിയേക്കുന്നത്. അതായത് ഏതൊരാൾക്കാരായാലും ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ പ്രൈവറ്റ് അതായത് ഒരു പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ, അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പ്, അതിൽ നിന്ന് അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ചോർന്നു പോകുന്നു, അതിൽ നിന്ന് ആ ഒരു കാര്യങ്ങളാണ് ഈ പടം കറക്റ്റായിട്ട് കൺവേ ചെയ്യണത്. പക്ഷേ അത് ഈ പടത്തിന് ഇത്രയും ഇതാവാൻ കാരണം ഈ റിവ്യൂവേഴ്സാണ്. ഈ 4 റിവ്യൂവേഴ്സിൻ്റെ പേര് ഞാൻ പറയും. കാരണം അവരുടെ എന്താ പറയുക, ഇപ്പോഴത്തെ ഒരു ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ റിവ്യൂ കേട്ടിട്ട് തന്നെ പടത്തിന് പോണത് എല്ലാവരും. അപ്പോൾ അവരുടേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ഈ പടത്തിനെ ശരിക്കും ഡീഗ്രേഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ പടം നല്ലൊരു പടമാണ്. നല്ലൊരു പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പടം അതായത് ഫുള്ളായിട്ട് ഞാൻ കണ്ടു. 2 മണിക്കൂർ 59 മിനിറ്റ് സിനിമയുണ്ട്. OTT പടം വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കണ്ടു നോക്കിക്കോ. അതായത് ഈ പടം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ റിവ്യൂ കാരണമാണ് ഇത്രയും എന്താ പറയുക പടം കയറി പോവാതിരുന്നത് ഞാൻ പറയുള്ളൂ. കാരണം അതായത് ഇതൊരു ചവിട്ടിക്കുത്ത് പടമല്ല, അല്ലെങ്കിൽ ഒരു മാസ് മൂവിയോ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ എടുക്കണ ഒരു പടം എന്നല്ല. ഇവിടെ ആൾക്കാർ കാസ്റ്റവിയും അല്ലെങ്കിൽ ടേക്കണും അല്ലെങ്കിൽ എന്താ പറയുക ഈ ജെയിംസ് കാമറോൻ്റെ ഒക്കെ പടങ്ങൾ, അല്ലെങ്കിൽ ഇങ്ങനത്തെ പടങ്ങളൊക്കെ ഇംഗ്ലീഷിൽ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ മലയാളത്തിൽ ഇങ്ങനെ ഒരു ഫിലിം മേക്കർ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡയറക്ടർ ഉണ്ടായത് എത്രയോ നല്ലൊരു കാര്യം എന്ന് ഞാൻ പറയും. അതായത് ഇപ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ എടുക്കുകയാണെങ്കിൽ ജെയിംസ് കാമറൂൺ ഉണ്ട്, അല്ലെങ്കിൽ മെൽ ഗിബ്സൺ ഉണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനത്തെ എത്രയോ ലെജൻഡ്, മറ്റേ സ്റ്റീഫൻ സ്പിൽബർഗ്, അല്ലെങ്കിൽ അങ്ങനത്തെ എത്രയോ ലെജൻഡ് ഡയറക്ടർ, അല്ലെങ്കിൽ അത്രയധികം പടങ്ങൾ എടുക്കുന്ന ആൾക്കാരുണ്ട്. മനസ്സിലായില്ല? അപ്പോൾ അതേപോലത്തെ ഒരു എന്താ പറയുക ക്യാമറ വർക്ക്, അല്ലെങ്കിൽ സൗണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ, ഒരു രക്ഷയില്ല പടം. അതായത് ഞാൻ പറയാം ഈ തമിഴ് തെലുങ്ക് പടങ്ങളൊക്കെ കണ്ടിട്ട് ഈ പടം ഒന്നെടുത്ത് കാണണം. അതായത് തമിഴ് മാത്രമല്ല, തമിഴന്മാരും തെലുങ്കന്മാരും മറ്റേ ഹിന്ദിക്കാരന്മാരൊക്കെ ഈ പാട്രിയോട്ട് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ക്യാമറ വർക്ക്, അല്ലെങ്കിൽ അതിൻ്റെ സൗണ്ട് കാര്യങ്ങൾ, മിക്സിങ്, ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് ഒന്ന് പഠിക്കാൻ പറ്റിയൊരു പടം കൂടിയാണ് ഈ പാട്രിയോട്ട് എന്ന് പറഞ്ഞ പടം. റേഞ്ച് പടം. അതായത്
അതായത് നമുക്കൊരു ഇംഗ്ലീഷ് ഒരു മൂവിയുടെ അതിൻ്റെ അതേ ഒപ്പം വെക്കാൻ പറ്റിയ പടം എന്ന് ഞാൻ പറയുള്ളൂ. നൈസ്. അതിലൊരു മിഗിൻ്റെ ഒരു മിഗ് ഇതായിട്ട് അതിൻ്റെ ഒരു സീനൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ കാണേണ്ടതാണ്. ഇതേപോലെ വേറെയും കുറേ പടങ്ങൾ കിട്ടുക. നമ്മുടെ ഹൃതിക് റോഷൻ്റെ ഒരു ഫൈറ്റർ എന്ന് പറഞ്ഞൊരു പടമുണ്ട്. അത് നമ്മുടെ ഇതിൻ്റെയാണ്, നമ്മുടെ എന്താ പറയുക, മറ്റേ എയർഫോഴ്സിൻ്റെ ഇതായിട്ടുള്ള ഒരു പടമാണ്. അതും റേഞ്ച് തന്നെയാണ്. അതും ഇതേപോലെ ശ്രദ്ധിക്കപ്പെടാണ്ട് പോയി ഒരു പടമാണ്. അതും നൈസ് മൂവിയാണ്. പക്ഷേ ഇതൊരു എയർക്രാഫ്റ്റ് അങ്ങനത്തെ ഇതായിട്ടുള്ള റിലേറ്റഡ് മൂവി അല്ല. ഇതൊരു സൈബർ അങ്ങനത്തെ ഒരു ഇതായിട്ട്, അല്ലെങ്കിൽ ഇന്നത്തെ ഒരു സമൂഹത്തിൽ എന്താ നടക്കുന്നത്, അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും കാര്യത്തിനെ കുറിച്ചിട്ട് പറഞ്ഞു, അപ്പോൾ നമ്മൾ എന്തെങ്കിലും ലോണിനെ കുറിച്ച് പറഞ്ഞു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടൂർ പോകേണ്ട സ്ഥലത്തിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ യൂട്യൂബിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് വരുന്നു. അപ്പോൾ അതിനെ എന്താ പറയുക, നമ്മുടെ സ്മാർട്ട് ഫോൺസ് അല്ലെങ്കിൽ അതിൻ്റെ മൈക്രോഫോൺസ് അല്ലെങ്കിൽ അതിൻ്റെ ക്യാമറ, ഈ കാര്യങ്ങളൊന്നും നമുക്ക് സേഫല്ല. അതിപ്പോൾ സേഫല്ല എന്ന് അതും നമുക്ക് ഇതാണ് എന്താ പറയുക, നമ്മുടെ മാർക്ക് സുക്കൻബർഗ് മറ്റേ ലാപ്ടോപ്പിൻ്റെ ക്യാമറയുടെ മേലെ മറ്റേ സെല്ലോ ടേപ്പോ ഇൻസുലേഷൻ ടേപ്പോ ഒക്കെ ഒട്ടിച്ച് വെച്ചിട്ട് ഇതാക്കാം. അപ്പോൾ അതാണ് ദാറ്റ് നോട്ട് സേഫ്. അതിനെ കുറിച്ചിട്ടാണ് ഈ മൂവി പറയണേ. അത് ഇപ്പം ഞാനിപ്പോൾ എനിക്ക് ഇത് കുറേ ഡൗട്ട് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ എന്ത് കാര്യങ്ങളാണ് പറയണത് അതൊക്കെ നമ്മുടെ നെക്സ്റ്റ് അല്ലെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ അതൊക്കെയാണ് തിരിച്ച് നമുക്ക് വരുന്നത്. നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രണ്ട്സായിട്ടോ അല്ലെങ്കിൽ ഫാമിലീനെയൊക്കെ സംസാരിച്ച കാര്യങ്ങളാണ് നമുക്ക് തിരിച്ചു വരുന്നത്. അപ്പോൾ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള അത്രയും ഡീറ്റെയിലിംഗ് ആയിട്ട്, അല്ലെങ്കിൽ നെക്സ്റ്റ് ഇനിയിപ്പോൾ എന്താ സംഭവിക്കാൻ പോകണമെന്നുള്ള കാര്യങ്ങളെ കുറിച്ച് പറയണ ഒരു പടം അത് കുറേ ഡീഗ്രേഡ് ചെയ്തു. പക്ഷേ സത്യം പറഞ്ഞാൽ ഈ 4 പേര്, ഈ ഉണ്ണി വ്ളോഗ്സ് അശ്വന്ത് ഗോക്ക് പിന്നെ പറയണ്ടല്ലോ, അവനെ നടന്ന് അവന് കണ്ണി കണ്ട എന്താ പറയുക, ഈ ബ്രോമാൻസ് എന്ന് അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ ബ്രോമാൻസ് എന്ന് പറഞ്ഞ പടം ഇവന് സൂപ്പർ ഹിറ്റ്, അവന് നല്ല ഇഷ്ടപ്പെട്ടു. അതിലെ മറ്റേ മാത്യുവിൻ്റെ അഭിനയം അവന് നല്ല ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ ഇവൻ പറഞ്ഞത് കേട്ടിട്ട് ഞാൻ ഈ സോളമൻ്റെ തേനീച്ച എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ ഇതുവരെ കണ്ടിട്ടില്ല. യൂട്യൂബിൽ ഈ സോളമൻ്റെ തേനീച്ച എന്ന് പറഞ്ഞൊരു സിനിമ ഞാൻ കെടുക്കുന്നുണ്ട്. ലാൽ ജോസ് സംവിധാനം ചെയ്തൊരു സിനിമയാണ്. ജോജു ഇതൊക്കെ അഭിനയിച്ച പടം. അപ്പോൾ ഈ പടം ഞാൻ യാദർശികമായിട്ട് നമ്മൾ പ്രവാസ ജീവിതമാണല്ലോ, നമ്മളിപ്പോൾ ജോലി കഴിഞ്ഞ് നമ്മളിങ്ങനെ യൂട്യൂബിലും ഇതിനൊക്കെ മൂവികൾ ഇങ്ങനെ കാണുമ്പോൾ ഈ സിനിമ യൂട്യൂബിൽ ഇങ്ങനെ വന്ന് കിടക്കുന്നു. നിങ്ങൾ കണ്ടുവരുന്നിട്ട് പടം. അപ്പോൾ ഞാൻ ഈ പടം കണ്ടു. ഈ പടം കണ്ടിട്ട് ഞാൻ എപ്പോഴും 2 വർഷം 3 വർഷങ്ങളായി തോന്നി പടം ഇറങ്ങിയിട്ട്. എനിക്ക് അത്ര കറക്റ്റായിട്ട് ഓർമ്മയില്ല. അപ്പോൾ ഈ സിനിമ ഞാൻ കണ്ടതിന് ശേഷം അശ്വന്ത് ഗോക്കിൻ്റെ റിവ്യൂ, അവനാണല്ലോ ഇപ്പോൾ തലതൊട്ടപ്പൻ മറ്റേ മലയാള സിനിമയുടെ റിവ്യൂവറായിട്ട് നടക്കണത്. അപ്പോൾ ഞാൻ ഈ സിനിമ ഞാൻ കണ്ടിട്ട് നൈസ് മൂവി. ഇപ്പോൾ ഞാനൊരു സാധാരണക്കാരനായിട്ട് പറയണത്, നിങ്ങൾ ഈ പടം കണ്ടിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി ഇവൻ ഈ മൂവിനെ കുറിച്ചിട്ട് എന്തൊക്കെയാണ് പറയണത്. അപ്പോൾ അതായത് ഈ അങ്കമട്ടകാസം എന്ന് പറഞ്ഞ പടമൊന്നും ഞാൻ കണ്ടിട്ടില്ല. എനിക്കറിയില്ല പടം എങ്ങനെയാണ്, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ ഈ സോളമൻ്റെ തേനീച്ച എന്ന് പറഞ്ഞ പടം ഞാൻ കണ്ടു. ഇവൻ പറയണ പ്രശ്നങ്ങളൊന്നും ആ പടത്തിനില്ല. നൈസ്. അതായത് ഒരു ക്രൈം ത്രില്ലറും എന്താ പറയുക അങ്ങനത്തെ ഒരു റേഞ്ചിൽ പോണ, അതിൻ്റെ ഇടയിൽ അതൊരു ഇമോഷണലും ക്രൈം ത്രില്ലറും കൂടിയിട്ട് ഒരു പടമാണ് സോളമൻ്റെ തേനീച്ചകൾ എന്ന് പറഞ്ഞിട്ടൊരു പടം. ആ പടത്തിന് വേണ്ടി ഡിഗ്രേഡ് ശരിക്കും ചെയ്തിട്ടുണ്ട് അശ്വന്ത് ഗോക്ക്. അതായത് എവരി ഡീറ്റെയിൽ നമ്മൾ നോക്കുമല്ലോ, നമ്മൾ റെഫർ ചെയ്യുമല്ലോ, ക്രോസ് ചെക്ക് ചെയ്യുമല്ലോ. അപ്പോൾ ഞാൻ ഈ സിനിമ കണ്ടതുകൊണ്ട് ഇവൻ്റെ റിവ്യൂ നോക്കി ഈ സോളമൻ്റെ തേനീച്ചകളിനെ കുറിച്ചിട്ട്. അന്ന് ഈ പടം പക്ഷേ അത്രയും അങ്ങോട്ട് ഹൈപ്പിൽ പോയിട്ടില്ല. പടം ഏവറേജ് അങ്ങനെയായിട്ടുള്ള. പക്ഷെ ആ പടത്തിനെ കുറിച്ചിട്ട് ഇവൻ പറഞ്ഞത് അതാണ്. അപ്പോൾ ഒരു 4 പേര്, ഈ അശ്വന്ത് ഗോക്ക്, ഉണ്ണി വ്ളോഗ്സ്, പിന്നെ ഈ തിരുവനന്തപുരം, ഇവർ ഡിസ്കസ് ചെയ്തിട്ടാണ് റിവ്യൂ ഇടുന്നത് വരെ എനിക്ക് ഡൗട്ടുണ്ട്. അതായത് എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഈ റിവ്യൂ ബോംബിങ് ഉണ്ടാക്കണമെന്ന് എനിക്ക് നല്ല ഒരു ഡൗട്ട്. അതായത് എത്ര പടങ്ങൾ അതിനെ കുറിച്ചിട്ട് ഇങ്ങനെ ഡിഗ്രേഡ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഈ പവീത കെയർ ടേക്കർ എന്ന് പറഞ്ഞൊരു പടം, അതൊരു നല്ലൊരു ഫാമിലി മൂവിയാണ്, ഒരു കുഴപ്പമില്ലാത്തൊരു പടമാണ്. അതിനൊക്കെ വെറും തരം താഴ്ത്തിയിട്ട്, നല്ല രീതിയിൽ തരം താഴ്ത്തിയിട്ട് തന്നെ ഇവരെല്ലാവരും പറഞ്ഞിട്ടുള്ളൂ.
അതായത് ഏതൊരു പടമായാലും ഇവർക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ചിട്ട് മറ്റുള്ളവർ കാണരുത്, ആ രീതിയിൽ ഈ പടത്തിനെ അടിച്ചമർത്തിയിട്ട്, അതായത് എല്ലാവർക്കും ഓക്കെ നമ്മൾ ഇത് കൊടുത്തിട്ട് കാണുന്ന പടം, പൈസ കൊടുത്തിട്ട് കാണുന്ന പടത്തിന് അത് വേണം ഇത് വേണം, പക്ഷെ നിങ്ങൾ പറയണ കാര്യങ്ങൾ ചിന്തിക്കണം. ഈ പാട്രിയോട്ട് എന്നൊക്കെ ഇപ്പം ഈ ബിഗ് ബി 2007 ഈ സോഷ്യൽ മീഡിയ എന്ന് ഇതുണ്ടെങ്കിൽ ഈ ബിഗ് ബിനെ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞ വീഡിയോ ഇന്നിപ്പോൾ ഉണ്ടാവും. മനസ്സിലായ? ഇപ്പൊ ബിഗ് ബിക്ക് വേണ്ടി ബിഗ് ബി 2-ന് വേണ്ടിയിട്ടും ഇതിനൊക്കെ യാചിച്ച് അമൽ നീരദിന്റെ കാല് പിടിച്ച് മമ്മൂട്ടിയുടെ ഇതും പിടിച്ച് നടക്കണ്ടല്ലോ. അപ്പൊ അന്ന് ഈ പടത്തിനെ കുറിച്ചിട്ട് ഞാൻ ഈ പടം നല്ലൊരു സിനിമയാണ് ഞാൻ അന്ന് പറഞ്ഞതാ. കാരണം ഈ സിനിമയിൽ അഭിനയിച്ചൊരു ആളുണ്ട്, അസീസ്ക്ക എന്ന് പറഞ്ഞിട്ട്. അസീസ്ക്ക എന്നെ നാടകത്തിൽ ട്രെയിൻ ചെയ്തിട്ടുള്ള ഒരാളാണ്. ആള് ഈ ഫിലിമിലെ ഒരു ഇതിലുണ്ട്, അത് വലിയ റോളുകളൊന്നും കാര്യങ്ങളൊന്നുമില്ല, അതിൽ ആ റോള് ചെയ്തിട്ടുണ്ട് ഈ അസീസ്ക്ക. അപ്പോൾ അന്ന് ഞാൻ 10ൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ജില്ലയിൽ അസീസ്ക്കയാണ് ഞങ്ങൾ നാടകത്തിലൊക്കെ ഇത് ചെയ്തത്. അപ്പോൾ അതൊക്കെ നമുക്കറിയാം. അപ്പം നമ്മൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ പടം ബിഗ് ബി അന്ന് അസീസ്ക്ക ഞങ്ങളോട് പറഞ്ഞിട്ടുമുണ്ട്. ബിഗ് ബി പടത്തിൽ ഇങ്ങനെ അഭിനയിച്ച മമ്മൂട്ടിയുടെ പടം അമൽ നീരദ് ഹിന്ദിയിൽ ഫസ്റ്റ് അമൽ നീരദിൻ്റെ ക്യാമറ ചെയ്തേക്കുന്നത് ബ്ലാക്കിലാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളിതൊക്കെ അറിഞ്ഞിട്ട് കണ്ട പടമാണ് ബിഗ് ബി. പക്ഷെ ബിഗ് ബി കണ്ട സമയത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു ആ സിനിമ. അത് കഴിഞ്ഞിട്ടാണ് പിന്നീടാണ് കയറി വന്നത് ഈ സിനിമ. ഇപ്പോഴും ബിഗ് ബി 2-ന് വെയിറ്റ് ചെയ്യാത്ത ഒരു കേരളത്തിലത്തെ ഒരാൾക്കാർ പോലും ഇല്ല. ബിഗ് ബി നിങ്ങളിപ്പോൾ ബിഗ് ബിയിലത്തെ ഒരു സീൻ കണ്ടു, ചോട്ടാ മൊബൈൽ സീൻ, നിങ്ങൾ ഏതാ ഏറ്റവും കൂടുതൽ കാണുക? ബിഗ് ബി അല്ലേ കാണുള്ളൂ. അതേപോലെ തന്നെയാണ് ഈ പാട്രിയോട്ടും ഉള്ളൂ. ഇറ്റ്സ് നൈസ് മൂവി. അതായത് നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കാണും. അതായത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതായത് നമ്മൾ എന്താ പറയുക, അതായത് നമ്മൾ കുറേ ഇംഗ്ലീഷ് പടങ്ങളും അല്ലെങ്കിൽ എന്താ പറയുക ഗോഡ് ഫാദർ അല്ലെങ്കിൽ കാസ്റ്റവേ അല്ലെങ്കിൽ എന്താ പറയുക ട്രൂ ലേഴ്സ് അല്ലെങ്കിൽ അതേപോലത്തെ ക്ലാസിക്കും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഈ പടത്തിന് നമ്മൾ ഇതാക്കുമ്പോൾ നമ്മുടെ മലയാളത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു ഏറ്റവും മികച്ച ഒരു മൂവിയാണ് പാട്രിയോട്ട് എന്ന് ഞാൻ പറയും. അതായത് ഈ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ ഇതെനിക്ക് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അതായത് ക്ലാരിറ്റി കുറവ് കുറച്ചുണ്ടാവും, അപ്പോൾ അത് നിങ്ങൾ എന്തായാലും ക്ഷമിക്കുക. നമ്മൾ ഫോൺ പുതിയത് മേടിച്ചതിന് ശേഷം ചെയ്യാം. ഞാനൊരു ടാബിൽ നിന്നാണ് ചെയ്യണത്. അപ്പോൾ ഈ ഡീഗ്രേഡ് ചെയ്യുന്ന ആൾക്കാർ ഈ 4 പേരാണ്. ഇവരുടെ റിവ്യൂ കേട്ടിട്ട് നിങ്ങൾ സിനിമയ്ക്ക് പോവാതിരിക്കരുത് ഒരിക്കലും. ദാറ്റ്സ് നോട്ട് ഫെയർ. ഓക്കെ, ബൈ ബൈ. റോജർ ടോക്സ്.